ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഐഫോണിൻ്റെ വാൾപേപ്പേഴ്സ് നമുക്ക് പല രീതിക്ക് കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഐഫോണിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വാൾപേപ്പർ നമുക്ക് ഇനി എങ്ങനെ ആൻഡ്രോയിഡിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതായത് നമ്മൾ രണ്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക്, അതായത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വന്ന് ഞാൻ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. രണ്ട് ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിളും ആണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഫ്ലെക്സിഫൈ എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷനാണ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ അധികം കിഡിലായിട്ടുള്ള വാൾപേപ്പേഴ്സ് ഒക്കെ കിട്ടുന്നതാണ്. ഇതാണ് അതിൻ്റെ ഇന്റർഫേസ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ അധികം വാൾപേപ്പേഴ്സ്, നോർമൽ വാൾപേപ്പേഴ്സ് തന്നെ നിങ്ങൾക്ക് അവിടെ കുറേ അധികം കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് നോർമൽ വാൾപേപ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിലും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ താഴെയായിട്ട് ഡെപ്ത് വാൾസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അതേപോലെ വിഡ്ജറ്റ്സ്, ഫേവറേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ അധികം ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഡെപ്ത് വാൾസ് ആണ്. ഇതിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കുറേ അധികം വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നമ്മുടെ ഐഫോണിൽ സെറ്റ് ചെയ്യുന്നതൊക്കെ. അതായത് ഒബ്ജക്റ്റിന്റെ ബാക്കിൽ ടെക്സ്റ്റ് ഒക്കെ വരുന്ന രീതിക്ക് കുറേ അധികം എഫക്റ്റ് ഒക്കെ ഉള്ള അത്യാവശ്യം നല്ല രീതിക്കുള്ള ഒരു വാൾപേപ്പറാണ് ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വാൾപേപ്പർ ഇതേപോലെ സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് വാൾപേപ്പർ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അപ്ലൈ ഡെപ്ത് വാൾപേപ്പർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു ഓപ്ഷൻ വരും. ഇവിടെ ഇമ്പോർട്ട് എന്നുള്ള ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ രണ്ടാമത്തെ ആപ്പിലേക്ക് വരും. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ആപ്പ് ഞാൻ പരിചയപ്പെടുത്തരാം. KLWP എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര് വരുന്നത്. ആപ്ലിക്കേഷൻ വന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അവിടുന്ന് ഡൗൺലോഡ് ചെയ്യുക. രണ്ടും ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് അത് ഓപ്പൺ ആക്കി സെറ്റപ്പ് ചെയ്ത ശേഷം മാത്രം ഇതൊന്ന് ചെയ്യാൻ നോക്കാം. അതായത് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കുറച്ച് പെർമിഷൻസും കാര്യങ്ങളൊക്കെ കൊടുക്കാണ്ടാവും, അഡ്ജസ്റ്റിങ്ങൾ കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ച പോലെ ഇത് ജസ്റ്റ് ഇപ്പുറത്തേക്ക് ഇമ്പോർട്ട് ചെയ്യാം. ഇപ്പോൾ ഓവർ റൈറ്റ് ആയിട്ടുണ്ടാവും, ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇവിടെ ഡെപ്ത് വാൾസ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതായത് ഇവിടെ ഐറ്റം, അതായത് നമ്മുടെ ഐറ്റം കാണിച്ചിട്ടുണ്ടാവും. ബാക്ക്ഗ്രൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ കളേഴ്സും കാര്യങ്ങളും ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അത് ഇവിടുന്ന് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ ലേയേഴ്സ് ഉണ്ടാവും, അതേപോലെ പൊസിഷൻ ഉണ്ടാവും. അങ്ങനെ കുറേ അധികം ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ഇവിടുന്ന് ഈസി ആയിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ഒരു ഐറ്റം എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ കുറേ അധികം ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. ഇതുപോലെ നിങ്ങൾക്ക് എന്തൊക്കെ ഐറ്റംസ് ആണോ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് ആ ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നതാണ്. അതായത് ഇമേജ് 2 ഉണ്ട്, അതുപോലെ ടെക്സ്റ്റും 2 ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതാണ്. ദെൻ ഇത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ അധികം എഡിറ്റിൻ്റെ ഓപ്ഷനും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ടാവും. അതായത് ടെക്സ്റ്റ് എന്നുള്ളത് കാണിക്കുന്നുണ്ടാവും. അതുപോലെ ഫോണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യുക. അതുപോലെ ടൈപ്പ്, സൈസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾക്ക് കസ്റ്റമായിട്ട് കുറേ അധികം കാര്യങ്ങൾ നിങ്ങളുടെ വാൾപേപ്പറിൽ ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക്, അതായത് ഈ ഒരു രണ്ട് ആപ്ലിക്കേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഐഫോണിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ആൻഡ്രോയിഡിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ സേവിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സേവ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാൾപേപ്പർ ആയിട്ട് സെറ്റ് ചെയ്യാനും ഇവിടെ തന്നെ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലെ വാൾപേപ്പർ ഇപ്പോൾ ഐഫോണൊക്കെ പോലെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റം ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും ഈ രണ്ട് ആപ്ലിക്കേഷനിലുണ്ട്. അത് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ മനസ്സിലാവുന്നതാണ്. ഫോണ്ട് തൊട്ട് സൈസ് തൊട്ട് നിങ്ങൾക്ക് എല്ലാം ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓൾറെഡി ഈ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റിൽ പറയാം. അപ്പോൾ ഇനി ഇതേപോലുള്ള കുറേ അധികം കണ്ടന്റ്സ് ആയിരിക്കും നമ്മുടെ ചാനലിൽ വരുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക.